ഹായ് ഡിയേഴ്സ്, അവലിടം ബൈ നീതുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഏലാഞ്ചിയാണ്. ഇതൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 3 അച്ച് ശർക്കര, അത് ചെറിയ അച്ചായതുകൊണ്ടാണ് 3 എടുത്തത്. വലുതാണെങ്കിൽ 2 എടുത്താൽ മതി. പിന്നെ ഒരു അരമുറി തേങ്ങ ചിരകിയതുകൊണ്ട് പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമുക്ക് ശർക്കര ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അതിന് ശേഷം ഇതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ അരിച്ചെടുത്തതാണ്. അതിലേക്ക് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചേർക്കാം. ശർക്കരയൊക്കെ നല്ലതായിട്ട് തേങ്ങയിൽ പിടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ ശർക്കരയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഈ മൈദയുടെ കൂട്ടിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂണ് പാല് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കട്ടില്ലാതെ മിക്സ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അത് ഞാൻ വെള്ളമൊക്കെ ചേർത്തൊന്ന് കുഴച്ചതിന് ശേഷം മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കട്ടയൊന്നുമില്ലാതെ നമുക്ക് കിട്ടും. ഇപ്പോൾ മിക്സിയിൽ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, മാവിൻ്റെ പരുവം ഇങ്ങനെയാണ്. കുറച്ച് നല്ല ലൂസായിട്ടിരിക്കണം. നല്ല ദോശമാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ടിരിക്കണം. നമുക്കിത് കട്ടി കുറച്ച് പരത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഈ മാവ് ഒഴിച്ച് നല്ല കട്ടി കുറച്ച് പരത്തിയെടുക്കാം. കട്ടില്ലാതെ പരത്തണം, എന്നാലാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സൈഡ് തന്നെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ ശർക്കരയുടെ കൂട്ട് നമുക്ക് വെച്ചെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വെച്ചെടുക്കാം. എന്നിട്ടിത് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കണം. ചുരുട്ടി എടുക്കാം. എന്നിട്ട് ഇതിന് 2 സൈഡും ഒന്നിങ്ങനെ അമർത്തി കൊടുക്കണം. ഇതിൻ്റെ സൈഡിലൂടെ ഈ മിക്സ് പുറത്തേക്ക് പോവാതിരിക്കാനാണ് അങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ അടുത്തത് നമുക്ക് കനം കുറച്ച് പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അതിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ അതാ ഇത് അതേപോലെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റിയിട്ട് അതിലേക്ക് കൂട്ടി വെച്ച് കൊടുക്കാം. ഇങ്ങനെ തന്നെ ബാക്കിയുള്ള എല്ലാ മാവും ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ മാവിനകത്തേക്ക് കുഴക്കണയിൽ നമുക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഏലക്കയുടെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്കിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കണമെന്നൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഉള്ളിൽ ശർക്കരയും തേങ്ങയുടെയൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ, കഴിക്കാൻ അതേപോലെ ടേസ്റ്റാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.